ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് ഒരു വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. വിഷ്വലല്ല, നമുക്കൊരു ദൂരക്കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഒന്നൊരു മുല്ലപ്പെരിയാർ ഡാമും പിന്നെ നമ്മുടെ ഭൂകമ്പ മാപിനി മുല്ലപ്പെരിയാർ ഡാമിലെ അല്ലെങ്കിൽ വള്ളക്കടവ് ഏരിയയിൽ ഉണ്ടാവുന്ന ഭൂകമ്പങ്ങളെയൊക്കെ മെൻഷൻ ചെയ്യുന്ന, രേഖപ്പെടുത്തുന്ന ഭൂകമ്പ മാപിനി നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. ഇതൊരിക്കലും ആരും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ അറിയില്ലാത്തതായിരിക്കാം. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് രാവിലെ വന്നത് ഇതിപ്പോൾ വള്ളക്കടവ് എത്തി. വള്ളക്കടവിൽ നിന്നും നമ്മൾ സത്രം പോകുന്ന വഴിയിലേക്കാണ് നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. വള്ളക്കടവിൽ നിന്ന് റൈറ്റിൽ തിരിഞ്ഞ് സത്രം എന്ന് പറഞ്ഞ റൂട്ടിലേക്ക്. ഇതുവഴിയൊക്കെ ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഏതായാലും ഈ വഴി കൂടെ ഒന്ന് യാത്ര ചെയ്യാം. നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന ഭൂകമ്പ മാപിനി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമല്ല, ചെറിയൊരു സംഭവമാണ്. പക്ഷേ അതിലൊരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇവരിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഏരിയയിലുള്ള ഭൂകമ്പങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് ആ റൂട്ടിൽ നിന്ന് പോവാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ ജീപ്പുകളൊക്കെ പുറകിലും മുന്നിലുമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അത് പക്ഷേ ഇത് കാണാൻ വേണ്ടിയിട്ടല്ല, അടുത്തുള്ള കുറേ സത്രം എന്നുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഗസ്റ്റുകൾ ഒരുപാട് കുമ്മിളിയിൽ നിന്ന് വന്ന് ഈ വഴിക്ക് യാത്ര ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ പുറകെ പിടിക്കാം. ജീപ്പിൻ്റെ പുറകെ നമ്മുടെ കാറ് പോകില്ലെങ്കിലും ഈ വഴി ഒരുപാട് ഗസ്റ്റ് വണ്ടികൾ ഓടുന്നുണ്ട്. നല്ല മഴക്കാലമായ 4 വീൽ ജീപ്പുകൾ മാത്രമേ പോവുള്ളൂ. കമാൻഡർ പിന്നെയും പോകുന്നുണ്ട്. കമാൻഡർ എന്ന് പറഞ്ഞാൽ 2 വീലായിട്ടുള്ള ലോങ് ചേസ് വണ്ടികൾ പോകുന്നുണ്ട്. അത്യാവശ്യം കടന്നു പോകും. പിന്നെ മഴയും ചെളിയൊക്കെ കൂടുമ്പോൾ 4 വീൽ വണ്ടികൾ മാത്രമേ പോവുള്ളൂ. നമ്മളിപ്പോൾ അധികം ചെളിയിലേക്ക് കയറുന്നില്ല. നമ്മൾ നല്ല ചെളിയുള്ള റോഡിലൂടെ അല്ലാതെ കുറച്ച് ടാറിങ് പോയതും പിന്നെ കോൺക്രീറ്റും ആയിട്ടുള്ള റോട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കാർ എടുത്തിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജീപ്പുമായിട്ട് പോകാമായിരുന്നു. കാറും കൊണ്ട് നമുക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇച്ചിരി നോക്കി കണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ അങ്ങ് പോവാം. അല്ലെങ്കിൽ അടി തട്ടും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇച്ചിരി കുറവുള്ള വണ്ടികളൊക്കെയാണ് അടി തട്ടും. നമ്മുടെ യാത്ര ഏതായാലും വലിയ അടിയൊന്നും തട്ടാതെ പോവട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ഈ ഒരു വിഷ്വലെടുക്കാൻ സത്യം പറഞ്ഞാൽ നമുക്ക് താഴെ വേണ്ടിയിട്ട് പോവാം. കുറേ നടക്കേണ്ടി വരും. അപ്പോൾ രാവിലെ വീണ്ടും ഒരു കുന്നൊക്കെ കയറി പോകേണ്ടത് കൊണ്ട് രാവിലെ ഒരുപാട് നടക്കണ്ടല്ലോ എന്നോർത്ത്. കാരണം അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അണച്ച് മടുത്തു പോകും. ഇത് അത്യാവശ്യം ജീപ്പുകളൊക്കെ കൂടുതലായിട്ട് പോകുന്നതാണ്. കാർ അധികമൊന്നും ഓടാത്ത വഴിയാണ്. പിന്നെ നമ്മളിടയ്ക്ക് ഈ റൂട്ട് വരുന്നത് കൊണ്ട് ഒരു പരിചയം ഉള്ളത് കൊണ്ട് മാത്രം കാറുമായിട്ട് ഇതുവഴി കയറി വരുന്നു. കാറുമായിട്ട് വരുന്നവരൊന്നും നോക്കുക, ഈ വരണ ഭാഗം മാത്രം അത്യാവശ്യം കുറച്ച് ഭാഗമൊക്കെ ടാറിങ്ങൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി നോക്കിയും കണ്ട് ഇങ്ങ് പോന്നാൽ മതി. ഈ ചെല്ലുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അതിമനോഹരമായ ഒരു മൊട്ടക്കുന്നുകളുടെ ഇടയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു കുഞ്ഞു മല കയറി എൻ്റെ ടോപ്പിൽ ചെല്ലണം. അവിടെയായിട്ടാണ് ഭൂകമ്പ മാപിനി ഇരിക്കുന്നത്. വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, തുടക്കത്തിൽ തന്നെ പറയാം. ഇതൊരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ ഏരിയനെ തന്നെ ചിലപ്പം ഫുള്ളായിട്ട് അളന്നുകൊണ്ടിരിക്കുന്ന, ഇവിടുത്തെ ചലനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ഏറെക്കുറെ എന്നല്ല, ഇവിടുന്ന് നമ്മൾ വീണ്ടും ചെറിയൊരു തിരിവാണ്. വലതുവശത്തെ ആ കോൺക്രീറ്റ് വഴി നമ്മൾ കയറുകയാണ്. ഇടത്തോട്ട് നേരെ കിടക്കുന്ന റോഡാണ് സത്രം. പക്ഷേ അത് അവിടം വരെയുള്ള ടാറിങ്. അതിനുശേഷം വീണ്ടും ഫുള്ള് മൺ റോഡാണ്. നമ്മൾ പക്ഷേ അങ്ങോട്ടേക്ക് പോകണില്ല. നമ്മളിവിടുന്ന് വീണ്ടും ഒരു കോൺക്രീറ്റ് റോഡായാൽ ഇതുവഴി ടോപ്പിലേക്ക് കയറുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കയറി ചെല്ലുന്നതിൻ്റെ വലതുവശത്തിരിക്കുന്ന ഒരു പള്ളി ഇരിപ്പുണ്ട്. ആ പള്ളി നമ്മുടെ ഓർഡിനറി സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ്റെ അകത്ത് കാണുന്ന ഒരു പള്ളിയാണ്. ഈ വരുന്ന വഴിയിലൂടെയാണ് ആസിഫ് അലി ജീപ്പിൽ പാഞ്ഞിറങ്ങി പോകുന്ന സീനൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ്.
അതിനുശേഷം ഇവിടെ അങ്ങനെ ഫേമസ് അല്ലെങ്കിലും ഞങ്ങൾ ഇവിടുത്തുകാർക്ക് അറിയാം അതാണ് നമ്മുടെ സ്പോട്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഭൂകമ്പമാപിനിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ആ കാണുന്ന ബിൽഡിങ്ങാണ് ഭൂകമ്പമാപിനി. ആ കാണുന്ന വെച്ചാൽ ഇടതുവശത്ത് കാണുന്നത്, വലതുവശത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്, ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇടതുവശത്ത് കാണുന്ന ഒരു ഗേറ്റൊക്കെ ഇട്ട് പൂട്ടിയിരിക്കുന്നത് ഈ ഇടതുവശത്ത് കാണുന്ന ബിൽഡിങ്ങാണ്. നമുക്ക് ഈ കയറ്റപ്പുറത്ത് ഇവിടെ വണ്ടി ഇടാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിപ്പോൾ മേളിൽ സേഫായിട്ട് വണ്ടി പുറത്ത് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് പോവാം. നമ്മൾ നിൽക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിലെ എന്ത് ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബിൽഡിംഗ് ഇരിക്കുന്നതിന് തൊട്ടടുത്തുള്ള മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ സത്രത്തിലെ ഓഫ് റോഡ് ട്രക്കിങ്ങിൻ്റെ അടിപൊളി വ്യൂ ഉള്ള ഒരു സ്പോട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഒരുപാട് സഞ്ചാരികൾ, നല്ല വേനൽക്കാലത്ത് മഴക്കാലത്തും ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ഭൂകമ്പമാപിനി ഇരിക്കുന്ന ഏകദേശം അവിടെയായിട്ടാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഭൂകമ്പമാപിനി. അതായത് നമ്മളിപ്പോൾ അതിൻ്റെ മേളിലാണ് കൊണ്ട് വണ്ടി ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നടന്നാണ് ഭൂകമ്പമാപിനി അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, ഫുൾ ലോക്ക്ഡാണ്. ഓൾറെഡി അതിനകത്ത് റണ്ണിങ് ആണ്, അതിൻ്റെ ഡിറ്റക്ഷൻ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഭൂകമ്പമാപന കേന്ദ്രം വെള്ളക്കടവ് ഫുള്ള് പൂട്ടി ലോക്ക് ചെയ്ത് കിടക്കാണ്. നമുക്ക് കാണാം, അതായത് എന്തെങ്കിലും ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടുന്ന് മെയിനായിട്ടുള്ള സെൻറ്ററുകളിലേക്കൊക്കെ അതിൻ്റെ ഡിറ്റക്ഷൻ സംഭവങ്ങൾ പോകും. അവർക്കറിയാൻ പറ്റും. ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് എൻ്റെ തൊട്ടടുത്തുള്ള വ്യൂവിലും കൂടെ പോവാം. നമ്മളിപ്പം സത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നമ്മളൊരു തവണ നമ്മുടെ ജീപ്പൊക്കെ ആയിട്ട് വന്ന് ട്രക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഭൂകമ്പമാപിനി ഇപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി വർക്കിംഗ് ആണ്, അവർ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ വന്ന് തുറന്നു നോക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ്. അതായത് ആ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് ചുറ്റും നമുക്ക് അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും. ഒരുപാട് വണ്ടികളും മറ്റും ഈ താഴത്തെ റോഡിൽ കൂടെ ഓഫ് റോഡ് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് നടന്നു പോകുന്നൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പം ഇതെടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല സൂപ്പറായിട്ട് മഞ്ഞിറങ്ങി നിൽക്കുകയാണ്. ഫുള്ള് അപ്പുറത്തോട്ട് വലിയ മലകളൊക്കെ ഉണ്ട്. ഈ മഞ്ഞിറങ്ങി നിൽക്കുന്ന വ്യൂ അടിപൊളി തന്നെയാണ്. ഓഫ് റോഡ് ജീപ്പ് വരുന്ന വഴിയാണ് കാണുന്നത്. ഇതുവഴി വന്ന് അങ്ങനെ രണ്ട് വ്യൂ. നമ്മുടെ എയർപോർട്ട് ഇരിക്കുന്ന ഏകദേശം ആ ടോപ്പിലായിട്ട് വരും. നമ്മൾ പലപ്പോഴും നമ്മുടെ 2-3 വീഡിയോസിനകത്തൊക്കെ ജീപ്പിൻ്റെ വിഷ്വൽസ് ഇട്ടിട്ടുണ്ട്. ഈ കൂടെ ഇതൊരു വെറൈറ്റി വഴി കൂടെയാണ് നമ്മളിപ്പം നടന്ന് ആ റൂട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്നു പോവാണ്. നടന്നു പോയി നമ്മൾ നേരെ തന്നെ പോവാം, അല്ലെങ്കിൽ തെന്നി വീഴുമെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുവഴി തന്നെ ഇറങ്ങാമല്ലേ. നല്ല വഴുക്കലാണ്. പാർക്കിട്ടും ചെളിയും ഒക്കെ ആയി. ഇവിടെ കുറേ ഓഫ് റോഡ് വണ്ടി പറഞ്ഞ വഴിയാണ് ഈ കാണുന്നത്. നമുക്ക് ഏതായാലും നമ്മുടെ പ്ലാൻ ഇച്ചിരി വെറൈറ്റിയാണ്. നമുക്കൊന്ന് കണ്ടേച്ച് വരാം. ഓഫ് റോഡ് ജീപ്പുകൾ അവിടുന്ന് വരുന്നുണ്ട്. നമ്മളിപ്പോൾ നിന്ന സ്ഥലം ഏറെക്കുറെ ആ ടോപ്പിലാണ്. നമ്മൾ ഈ കുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചെങ്ങനെ ഇറങ്ങുന്നൊരു വ്യക്തതയില്ല. നല്ല തെന്നി അടിച്ച് കിടക്കുകയാണ് സ്പോട്ട്.
മുല്ലപ്പെരിയാറിൻ്റെ തീരത്തെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. എയർപോർട്ട് ആ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. എയർപോർട്ട് നമുക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഈ മലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. മലയുടെ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ വലിയ മലയല്ല, ചെറിയൊരു മലയാണ്. പക്ഷേ ഈ മലയുടെ ടോപ്പിൽ നിന്നാൽ അത്യാവശ്യം എല്ലാം തന്നെ കാണാൻ പറ്റും. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വള്ളക്കടവിന് തൊട്ടടുത്തുള്ള സത്രത്തിലേക്ക് പോകുന്ന സ്ഥലങ്ങളാണ്. കുന്നും മലകളും നിറഞ്ഞ അതിമനോഹരമായൊരു ഗ്രാമമാണ് വള്ളക്കടവ്. താഴെ കാണുന്ന ഓഫ് റോഡ് ജീപ്പിന് കുമ്മളിയിലും മറ്റും ട്രിപ്പ് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ആനയെ കാണാൻ പറ്റും. പക്ഷെ ഇതുവരെ ആനയൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ പണ്ട് ഇവിടെ തൊട്ടടുത്തുള്ളൊരു മലയുടെ ടോപ്പിൽ കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു രാവിലെ തുടങ്ങിയിട്ടൊരു ഉച്ച വരെ എടുത്തു അതിൻ്റെ ടോപ്പിലെത്താൻ. ഇപ്പം ആ മല കാണാൻ പറ്റില്ല, കാരണം ഫുള്ള് മഞ്ഞ് കയറി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഭാഗത്തായിട്ടാണ് ആ മല ഇരിക്കുന്നത്. വലിയൊരു മലയാണ്. അതായത് ടോപ്പിൽ കയറി കഴിഞ്ഞാൽ മഴയൊക്കെ ഉള്ളപ്പോഴാണ് ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടിമിന്നലൊക്കെ അതുപോലത്തെ ഒരു മൊട്ടക്കുന്നാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കയറാൻ കാര്യം, നമ്മൾ പലപ്പോഴും ഈ താഴെക്കൂടെയുള്ള വീഡിയോയും മറ്റും പലരും കണ്ടിട്ടുണ്ട്. ഈ ഇതുവഴിയുള്ളൊരു വിഷ്വൽ ആരും കണ്ടിട്ടില്ല. ആ താഴെ കാണുന്ന ഓഫ് റോഡ് ജീപ്പാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഇതുവഴി വണ്ടികൾ വരുന്നുണ്ട്. ഇതിപ്പോൾ കാണാൻ പറ്റും. ഇതുവഴി വന്ന വണ്ടികൾ താഴെക്കൂടെ വണ്ടികൾ വന്ന് പോകുന്നുണ്ട്. ഉണ്ട് ഒരുപാട് വണ്ടികൾ. ഇപ്പോൾ ഇന്നിപ്പം അവധി ദിവസങ്ങളിൽ കൂടുതൽ വണ്ടികൾ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്പോട്ടാണ്. മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്പോട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ആ ഭാഗമായിട്ട് വരും. നമ്മളവിടെ ആ ഭാഗത്തായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്നത്. ആ ഡാമിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഡാം പൊട്ടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിങ്ങനെ ഈ താഴെക്കൂടെയുള്ള തോളത്തിൽ കൂടെ ഒക്കെ വരും. താഴെക്കൂടെ വരുന്ന ഓഫ് റോഡ് ജീപ്പുകളാണ് ആ താഴെക്കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ജീപ്പ് സവാരി കുമ്മളിയിൽ നിന്നുണ്ട്, അതുപോലെ വള്ളക്കടവിൽ നിന്ന് ജീപ്പ് സവാരിയുണ്ട്. നമ്മൾ പയ്യെ തിരിച്ച് ഇറങ്ങുവാണ്. ഏകദേശം നമുക്ക് ഇതുണ്ട്, ഒരു ചെറിയൊരു വര പോലെ കാണുന്നുണ്ട്. ആ വര വഴി കയറി ടോപ്പിൽ ചെന്നെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഭൂകമ്പമാപിനി ഇരിക്കുന്നത്. അത് കാണാനാണ് നമ്മൾ വന്നത്. പക്ഷേ അവിടെ വന്നപ്പോൾ നമുക്ക് ഈ തൊട്ടടുത്തുള്ള ഈ ഒരു സ്പോട്ടൂടെ ഒന്നും നിങ്ങളെ കാണിക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ റൂട്ട് വന്നത്. നമ്മൾ ഈ കയറിയേക്കുന്ന സ്പോട്ടിൽ അങ്ങനെ വണ്ടികളൊന്നും കയറ്റി വിടത്തില്ല. ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആൾക്കാർ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇതുവഴിയുള്ള ഓഫ് റോഡ് ട്രിപ്പാണ്. അപ്പോൾ ഇങ്ങനൊരു വ്യൂ ഒരിക്കലും എല്ലാവരുടെയും കയ്യിൽ കിട്ടാൻ വഴിയില്ല. കിട്ടിയിട്ടില്ല എന്നല്ല, എല്ലാവരുടെയും കയ്യിൽ കിട്ടിയെന്ന് വഴിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവഴി പിടിച്ചത്. ഇപ്പോൾ പുല്ലുകാട്ടിൽ കൂടെ പയ്യെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക, കാരണം നടക്കുകയാണ്. ഫോൺ നോക്കി നടക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ നോട്ടിഫിക്കേഷനുണ്ട്. അപ്പോൾ ഈ പുല്ലുകാട്ടിൽ കൂടെ തെന്നാതെ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത് ഇതിൻ്റെ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഏകദേശം കുറേയധികം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നൊരു ജംഗ്ഷനാണ് സത്യം പറഞ്ഞാൽ. ഇതുവഴി പോയ സത്രത്തിലെ അടുത്ത പോയിന്റിലേക്ക് ഇറങ്ങിപ്പോവാം. ഇതിൽ പോയ ഒന്നാം പോയിന്റ്, ഇപ്പം നമ്മൾ ആ ഫോട്ടോയിൽ അല്ലെ വീഡിയോയിൽ കണ്ടൊരു വ്യൂവിലേക്ക് പോകുന്ന വഴിയാണ്. ഇതുവഴി പോയാൽ നമ്മുടെ എയർ സ്ട്രിപ്പിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇതുവഴി പോയാൽ വള്ളക്കടവിലേക്ക് എത്താം. വണ്ടി രാവിലെ സത്രത്തിൽ പോയിട്ട് വരുന്ന വണ്ടിയാണ്. അടുത്ത പോയിന്റ് തേടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ റൂട്ടൊക്കെ ഒരു തവണ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്തൊരു ജീപ്പ് കയറി വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു വിഷ്വലാണ് ഇപ്പോൾ എടുക്കുന്നത്. വേണം നമ്മുടെ പരിചയത്തിലുള്ളൊരു വണ്ടിയാണ് വന്നിരിക്കുന്നത്. സത്രത്തിലേക്ക് വീണ്ടും വീണ്ടും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ആ വണ്ടി ഒന്ന് കാണാം. കൂടാതെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഒരു പോയിന്റിൽ വന്നിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകുന്ന 2-3 വണ്ടികളാണ്. കൂടാതെ ഒരു ജംഗ്ഷനിൽ വന്ന് വണ്ടികളെല്ലാം കണ്ടുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഒരു വണ്ടി താഴേക്ക് പോവാണ്. അതിനുശേഷം 3 സ്ഥലത്തേക്ക് വണ്ടി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതേ ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് അടുത്ത വിഷ്വല്, നമുക്ക് അടുത്ത സ്പോട്ട് രാവിലെ ഇതുപോലെ തന്നെ രാവിലെ ഒരു ദിവസം അടുത്ത സ്പോട്ട് തേടി പോവാം. തൊട്ടടുത്തുള്ളൊരു സ്പോട്ടുണ്ട്. ഇപ്പോൾ പോയാൽ എങ്ങനെ ഇപ്പോൾ പോയാൽ കാണാൻ പറ്റില്ല. അതായത് നമുക്ക് മുല്ലപ്പെരിയാർ ഡാം കാണാൻ പറ്റുന്ന സ്പോട്ടുണ്ട്. പോവാം. നമുക്കല്ലെങ്കിൽ ഒന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കുവാണെങ്കിലേ മഞ്ഞ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ദൂരദൃശ്യം നമുക്ക് കാണാൻ പറ്റും. ഡാം ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഡാമിന് മുന്നിൽ ഒരുപാട് യൂക്കാലിപ്പ മരങ്ങൾ വളർന്നു നിൽക്കുന്നുള്ളത് കൊണ്ട് കാണാൻ പറ്റില്ല. നേരത്തെ കാണാമായിരുന്നു. അപ്പോൾ ഏതായാലും ഡാമിൽ വെള്ളം കിടക്കുന്നൊരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഹലോ, നമ്മളിപ്പം അതായത് മുല്ലപ്പെരിയാർ ഡാം കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പോട്ടും കൂടെ തപ്പി വന്നതാണ്. അപ്പം മുല്ലപ്പെരിയാർ ഡാം ഇവിടെ നിന്ന് കാണാൻ, മഞ്ഞ് കാരണം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിന് തൊട്ടടുത്ത് വന്നപ്പോൾ ഇതുണ്ടോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നത് ദൂരെ നിന്നാണ് കാണുന്നത്. മര എടുക്കുന്നത് നല്ല രസമുണ്ട്. അത് കാണുന്നത് നമ്മുടെ കുറേ 8ാം നമ്പർ ലൈൻസ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ലൈൻസുകളാണ് ആ കാണുന്നത്. അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഏകദേശം ഇതിൻ്റെ ടോപ്പിൽ കയറണം. ഒരു ഇടുങ്ങിയ വഴി കൂടെ നമ്മൾ ഏതായാലും ഇതിൻ്റെ ടോപ്പിലൊന്ന് കയറാൻ തീരുമാനിച്ചു. ആ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർക്ക് താമസിക്കുന്ന ഒരു വഴിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ നിന്നാൽ നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. മുല്ലപ്പെരിയാർ കാണാൻ പറ്റുന്ന വഴി കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഇടവഴി കൂടെ വന്ന് ഒരു മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ മുല്ലപ്പെരിയാർ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നു. കാരണം മഞ്ഞ് കാരണം പലപ്പോഴും കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. മുല്ലപ്പെരിയാർ ഡാം, അതായത് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഓക്കെ ഇവിടെയാണ് നമ്മുടെ സ്പോട്ട്.
മുല്ലപ്പെരിയാർ ഡാമാണ് ഇത് ആ കാണുന്നത്. വ്യക്തമായിട്ട് നോക്കിയാൽ ഇത് അതുകൊണ്ടോ ഒരു പൊട്ട് പോലെ കാണാം. അതിൻ്റെ മുമ്പിൽ യൂക്കാലി മരങ്ങളൊക്കെ വളർന്ന് കാണാം. അതിൻ്റെ മുമ്പിൽ യൂക്കാലി മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ് മുല്ലപ്പെരിയാറിൻ്റെ. അപ്പോൾ ഇവിടെ മുല്ലപ്പെരിയാറിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അത്രേ കാണാനുള്ളൂ. നമുക്കപ്പം ഇപ്പോൾ ഇനി വീട് പിടിച്ചേക്കാം, അത്രേ ഉള്ളൂ. ഇത് മുല്ലപ്പെരിയാർ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ സംഭവമൊന്നുമല്ല, അത് ചെറിയൊരു സംഭവമാണ്. നമ്മുടെ അടുത്ത് തന്നെ കാണാൻ പറ്റുന്നൊരു വിഷ്വലാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് പിടിച്ചേക്കാം.